നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ 5ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. റോൾ ഓഫ് സ്റ്റേറ്റ് ഇൻ ദ എറ ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ കാലഘട്ടത്തില് സ്റ്റേറ്റിന്റെ റോൾ എന്താണ്, പങ്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഡ്യൂട്ടി എന്താണ് എന്നതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആഗോളവൽക്കരണം? ആഗോളവൽക്കരണം എന്നത് പൊതുവെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മാർക്കറ്റ് രംഗത്തുമൊക്കെയുള്ള ഒരു ആഗോള സമീപനമാണ്. ലോകത്തെ മുഴുവൻ ഒരൊറ്റ മാർക്കറ്റ് ആയിട്ട് കാണുന്ന, ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട് കാണുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ. നമ്മൾ എക്കണോമിക്സ് ഭാഗത്തൊക്കെ ഗ്ലോബലൈസേഷന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഗോളവൽക്കരണം എന്നത് എങ്ങനെയാണ് സ്റ്റേറ്റിന് ആഗോളവൽക്കരണ കാലത്തുള്ള പങ്ക് എന്താണ്, സ്റ്റേറ്റിന്റെ റോൾ എന്താണെന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ ആഗോളവൽക്കരണം എന്നത് പൊതുവെ ലോകത്ത് സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും അതുപോലെ രാഷ്ട്രീയമായിട്ടൊക്കെ ലോകത്തെ മൊത്തത്തിൽ ഏകീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ആഗോളവൽക്കരണം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രക്രിയയില്, ഈ ഒരു ഏകീകരണ പ്രക്രിയയില് രാഷ്ട്രത്തിന്റെ സ്വാധീനം, പങ്ക്, അതുപോലെ രാഷ്ട്രത്തിന്റെ നിലപാട്, ഇതൊക്കെ എന്താണെന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട മേഖലകളിൽ രാഷ്ട്രത്തിന്റെ പങ്ക് എന്താണെന്ന് വിശകലനം ചെയ്യാം. ആദ്യമായിട്ട് സാമ്പത്തിക മേഖലയാണ്. സാമ്പത്തിക മേഖലയില്, ആഗോളവൽക്കരണത്തിൽ സാമ്പത്തിക മേഖലയില് എന്താണ് രാഷ്ട്രത്തിന്റെ പങ്കെന്ന് നോക്കാം. അപ്പൊ സ്വകാര്യ മേഖലയിലേക്കുള്ള നിക്ഷേപവും അതുപോലെ മത്സരക്ഷമതയും എന്നിവയ്ക്കൊക്കെ ആക്കം കൂട്ടുന്നത് ആഗോളവൽക്കരണമാണ്. അതില് രാഷ്ട്രമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നയരൂപീകരണം നടത്തുന്നത്. ഓരോ രാഷ്ട്രത്തിനും അതിൻ്റെതായിട്ടുള്ള നയങ്ങൾ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ആഗോളവൽക്കരണത്തിലും ഈ രാഷ്ട്രങ്ങളുടെ നയരൂപീകരണത്തിന് വലിയ പങ്കുണ്ട്. ഇനി സാമൂഹിക ക്ഷേമ രംഗത്ത് രാഷ്ട്രത്തിന്റെ പങ്ക് എന്താണെന്ന് നോക്കാം. ആഗോളവൽക്കരണം സാമൂഹിക അസമത്വം വർദ്ധിപ്പിച്ചത് കൊണ്ട് തന്നെ രാഷ്ട്രം ഇപ്പോഴും ക്ഷേമ പദ്ധതികൾ വലിയ തോതിൽ നടത്തി കൊണ്ടുവരുന്നു. എല്ലാ രാഷ്ട്രങ്ങളും, ആധുനിക രാഷ്ട്രങ്ങളെല്ലാം തന്നെ ക്ഷേമ രാഷ്ട്രങ്ങളാണ്. അപ്പോൾ അത് വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മേഖലകളിലൊക്കെ തന്നെ സ്റ്റേറ്റിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ സ്റ്റേറ്റിന് ഈ രംഗത്ത് വലിയ ഡ്യൂട്ടീസ് ഒക്കെ നിർവഹിക്കാനുണ്ട്. ഇനി ഈ സാംസ്കാരിക മേഖലയിലാണ്. ഗ്ലോബലൈസേഷനോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിലേക്ക് വന്ന ഒരു സാംസ്കാരിക അധിനിവേശം ഉണ്ടായിട്ടുണ്ട്. പാശ്ചാത്യ സംസ്കാരങ്ങളുടെയൊക്കെ സ്വാധീനം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രം അതിന്റെ സംസ്കാരത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ ജനങ്ങളുടെ സുസ്ഥിതിയൊക്കെ പാലിക്കുന്നതിന് വേണ്ടിയിട്ട്, സാംസ്കാരിക അധിനിവേശത്തെ തടയുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മെഷേഴ്സ് ഒരു സ്റ്റേറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ദേശീയ സുരക്ഷയാണ് മറ്റൊന്ന്. ഈ ആഗോളവൽക്കരണം നമുക്കറിയാം, ഒരു തുറന്ന വാതിൽ, ഒരു ഓപ്പൺ ഡോർ പോളിസി പോലെയാണ് ആഗോളവൽക്കരണ നയം പ്രവർത്തിക്കുന്നത്. കാരണം ഒരു രാഷ്ട്രത്തിന്റെ വാതിലുകള് ലോകത്തിന് വേണ്ടി തുറന്നിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതില് വരാനുള്ളത് മെച്ചപ്പെട്ട സാമ്പത്തിക വളർച്ചയും അതുപോലെ തന്നെ കൂടുതൽ കച്ചവട സാധ്യതകളും ഒക്കെ വരാറുണ്ട്. എന്നാൽ അതിന്റെ കൂടെ തന്നെ സൈബർ അറ്റാക്കുകൾ, അതുപോലെ ദേശസുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട്. എന്നാൽ ഇത്തരം വിനാശകരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് രാഷ്ട്രത്തെ സദാ ജാഗരൂകമായി നിന്നിട്ട് ജനങ്ങളെയും ടെറിട്ടറിയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് രാഷ്ട്രത്തിന്റെ റോളാണ്. ഇനി പരിസ്ഥിതി സംരക്ഷണമാണ് മറ്റൊന്ന്. വ്യവസായവൽക്കരണം ഒരു ആഗോളതലത്തിൽ വികസനം ഉണ്ടാക്കിയിട്ടുണ്ട്, വികാസം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് പരിസ്ഥിതിയുടെ ശോഷണവും അമിതമായിട്ടുള്ള പരിസ്ഥിതി ചൂഷണവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ, ഇപ്പൊ നമുക്ക് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 1961 വന നിയമമൊക്കെ പാസ്സാക്കുകയുണ്ടായല്ലോ. അപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ടുള്ള വന നിയമങ്ങളൊക്കെ പാസ്സാക്കി, പരിസ്ഥിതി സംരക്ഷണ ആക്ടുകളൊക്കെ പാസ്സാക്കിക്കൊണ്ട് രാഷ്ട്രത്തിന് അതിന്റെ റോള് ഭംഗിയായിട്ട് നിർവഹിക്കാനുണ്ട്. കൂടാതെ ബഹുരാഷ്ട്ര കുത്തക കമ്പനികള്, ആഗോള കരാർ സ്ഥാപനങ്ങൾ, ഇപ്പോ WTO ഒക്കെ ഉണ്ടല്ലോ അല്ലെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ്, IMF, അതുപോലെ തന്നെ വേൾഡ് ബാങ്ക്, ഇങ്ങനെയൊക്കെയുള്ള ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി സ്റ്റേറ്റിന് ഉണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് സമഗ്ര മേഖലയിലും, ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ സമഗ്ര മേഖലയിലും ഇടപെട്ട്
കൃത്യമായിട്ടുള്ള നയരൂപീകരണത്തിലൂടെ ഓരോ രാഷ്ട്രത്തിനും അതിന്റെ അന്തസത്തയും അതുപോലെ തന്നെ അതിന്റെ ആത്മാഭിമാനവും സാമ്പത്തിക മേഖലയും ഇതൊന്നും ചോർന്നു പോകാതെ കൃത്യമായിട്ട് സംരക്ഷിക്കേണ്ട ചുമതല സ്റ്റേറ്റിന് തന്നെയാണ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക്